ഓക്കെ. നമ്മൾ ലാസ്റ്റ് ലോഗിൻ പേജ് വരെയാണ് ചെയ്ത് നിർത്തിയിരുന്നത്. ഓക്കെ. സോ നമുക്കിനി നെക്സ്റ്റ് സൈനപ്പ് പേജ് കൂടെ ചെയ്തിട്ട് ഫയർ ബേസിൻ്റെ കൂടെ കണക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്പ്. സോ നമ്മളിപ്പോൾ എവിടം വരെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഈ ലോഗിൻ പേജ് വരെ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലോഗിൻ നമുക്ക് താഴെയാണ് വരേണ്ടത്. ഓക്കെ. സോ ഓക്കെ. സോ നമുക്ക് ഈ ലോഗിൻ താഴെ വരാനായിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇവിടെ സ്കഫോൾഡിൽ ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. സോ നമ്മൾ അതിലേക്ക് ബട്ടൺ കോൾ ചെയ്യാണ്. നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. താഴെ വന്നിട്ടുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ഇങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു വിജിറ്റിനെ ഒരു റോ കൊണ്ട് റാപ്പ് ചെയ്തിട്ട് സെൻറ്റർ അല്ല വരണ്ട, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുത്താൽ മതി. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കറക്റ്റ് താഴെ കിട്ടും ബട്ടൺ. ഓക്കെ. സോ നമ്മുടെ യു ഐ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് താഴ്പ്പോൾ ഇച്ചിരി ഒരു സ്പേസ് വേണം. ഓക്കെ. സോ അതിന് നമുക്കൊരു പാഡിങ് റാപ്പ് ചെയ്തിട്ട് ഉള്ളി ബോട്ടം. ഓക്കെ. സോ ഒരു 20 കൊടുത്ത് നമുക്ക് ഇച്ചിരി സ്പേസ് കൂടെ വേണം, ഒരു 35. ഓക്കെ. സോ നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്ക്രീനിൽ നമുക്ക് സോഷ്യൽ ലോഗിൻ ഉണ്ട്. ഓക്കെ. സോ സോഷ്യൽ ലോഗിന് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സൈനപ്പ് പേജ് നോക്കാം. ഓക്കെ. സോ നമ്മുടെ സൈനപ്പ് പേജ് നോക്കിയാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ. ജസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ് ചേഞ്ച് ആവുന്നുണ്ട്, ഇവിടെ ഐക്കൺസ് വരുന്നുണ്ട്. ഓക്കെ. സോ നമുക്ക് ഈ പേജ് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇട്ടിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്താം നമുക്ക്. ഓക്കെ. ഹോൾ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. സൈനപ്പ് ഡോട്ട് ഡാർട്ട്. ഓക്കെ. സോ കോഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഈ പേജിലേക്കാണ് വരേണ്ടത്. നെക്സ്റ്റ് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഓർ ന്യൂ യൂസർ, നമുക്കിപ്പോൾ ഇവിടെ ഒരു ബട്ടണോ താഴെ ഒരു ബട്ടണോടെ വരും. നമുക്കിവിടെ ലോഗിൻ പേജിൽ നിന്ന് സൈനപ്പ് സ്ക്രീനിലേക്ക് പോകാൻ. ഓക്കെ. സോ അത് നമുക്ക് ഫസ്റ്റ് ലോഗിൻ പേജിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു കോളം വെച്ചിട്ട് നമുക്ക് റാപ്പ് ചെയ്തിട്ട് ഒരു സ്പേസ് കൊടുക്കാം. നമുക്ക് സൈസ്ഡ് ബോക്സ് ഹൈറ്റ് ഒരു 15 വെച്ച് സ്പേസ് കൊടുത്തിട്ട് നമുക്കിനി ഒരു ടെക്സ്റ്റ് വിജിറ്റ്. ഓക്കെ. ടെക്സ്റ്റ് register now. Okay. Or register now.
സോ ഒരു ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ കളേഴ്സിൽ ഇവിടെ ഉണ്ട് ഗ്രീൻ കളർ. നമുക്ക് ആ ഗ്രീൻ കളർ വെച്ചിട്ട് കൊടുക്കാം. സ്റ്റൈല്, ടെക്സ്റ്റ് സ്റ്റൈല്, കളർ. നമ്മൾ ഗ്രീൻ കളർ അവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിപ്പോൾ ഫുൾ എടുത്തിട്ടുണ്ട്. അതിന് കാരണം നമ്മളിപ്പോൾ ഇവിടെ കോളം വെച്ച് റാപ്പ് ചെയ്തിട്ടില്ല. അതിന് പകരം ഒരു കണ്ടെയ്നറിൽ ഒരു സ്പെസിഫിക് ഹൈറ്റ് കൊടുക്കാം. ഓക്കെ, ഒരു 100. ഓക്കെ, 100 കൊടുത്തപ്പോൾ അത് താഴെ വന്നിട്ടുണ്ട്. നമുക്കിനി രജിസ്റ്റർ നമുക്കൊരു ബട്ടൺ ആക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബട്ടൺ. അതിൻ്റെ വിജിറ്റായിട്ട് നമുക്ക് നമ്മളിപ്പോൾ കൊടുത്ത ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, സോ ടെക്സ്റ്റ് ബട്ടൻ്റെ ചൈൽഡായിട്ട് നമ്മളുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓൺ ടാപ്പ് നമുക്കിനി നമ്മുടെ സൈൻ അപ്പ് പേജിലേക്ക് മാറ്റാം. ഓക്കെ, ഓക്കെ, കുറച്ചുകൂടെ സ്പേസ് വേണം. 130 കൊടുത്തിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. സോ നമുക്കിനി നമ്മുടെ സൈൻ അപ്പ് പേജ് ഇവിടെ ഉണ്ട്. ഓക്കെ, സൈൻ അപ്പ് പേജിൽ ഇവിടെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കാം. ഇതിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ നെയിം ചേഞ്ച് ചെയ്യാൻ ഇത് സെലക്ട് ചെയ്തിട്ട് Ctrl+F, ഇല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് റീനെയിം ചെയ്യാം. പക്ഷെ റീനെയിം ചെയ്താൽ നമ്മുടെ ലോഗിൻ പേജിൻ്റെ നെയിമും ചേഞ്ച് ആവും. ഹോൾ പ്രോജക്റ്റിൽ അത് ചേഞ്ച് ആവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ Ctrl+F സെലക്ട് ചെയ്തിട്ട് Ctrl+F. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. താഴെ റീപ്ലേസിൻ്റെ അവിടെ സൈൻ അപ്പ് വ്യൂ. ഓക്കെ, ഇനി നമ്മളിവിടെ റീപ്ലേസ് ഓൾ കൊടുക്കുകയാണ്. ഇവിടെ ഫുള്ള് റീപ്ലേസ് ആയിരിക്കുന്നത് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് റീഡയറക്റ്റ് ചെയ്യണം. റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഗെറ്റെക്സ് അല്ല യൂസ് ചെയ്യുന്നത്. ഗെറ്റെക്സിൽ നമുക്ക് ഈസി ആയിട്ട് റീഡയറക്റ്റിംഗ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. get.to കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ നാവിഗേറ്റർ ഡോട്ട് പുഷ് കൊടുക്കുന്നതിന് പകരം ഇതിൽ ജസ്റ്റ് get.to കൊടുത്തിട്ട് ആ പേജ് നമ്മൾ കോൾ ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ എനിക്കൊരു എറർ വരും. ഓക്കെ, സോ ഇവിടെ കാണാം ഒരു എറർ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ മെറ്റീരിയൽ ആപ്പ് കൊടുക്കണം. നമ്മൾ മെയിനിൽ ഇവിടെ മെറ്റീരിയൽ ആപ്പ് അല്ലേ, അതിന് പകരം ഗെറ്റ് മെറ്റീരിയൽ ആപ്പ് കൊടുത്താൽ മെറ്റീരിയൽ ആപ്പ് കൊടുത്തിട്ട് നമ്മൾ ഹോൾ പ്രോജക്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഹോൾ പ്രോജക്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ താഴെ രജിസ്റ്റർ നൗവിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് അക്കൗണ്ടിലേക്ക് പോയി. ഓക്കെ, സോ നമുക്ക് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന അതേ മെത്തേഡ് തന്നെ നമുക്ക് സൈൻ അപ്പിലും വേണം. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് എന്തായിരുന്നു? ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് നമുക്ക് സ്മോൾ ലെറ്ററിൽ മതി. ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ പേജിലേക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് ടു ലോഗിൻ വ്യൂ, ഇനി അതൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട്. ഓക്കെ, സോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും സ്പേസിൻ്റെ ആവശ്യമില്ല.
നമുക്ക് ഈ സ്പേസ് എടുത്ത് വിടാം. ആ ടെക്സ്റ്റ് ബട്ടൺ ഓൾറെഡി ഒരു സ്പേസ് റാപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഓക്കെ, നമുക്ക് 110 കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് 20 ആക്കാം. സോ ഇവിടെ ഇപ്പോൾ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലോഗിനിലേക്ക് പോകും. ഓക്കെ, സോ നമുക്ക് രജിസ്റ്റർ നൗവിലേക്ക് പോവാം. രജിസ്റ്റർ നൗവിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ ഫീൽഡ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അവിടെ ഒരു യൂസർ നെയിമിൻ്റെ ഫീൽഡ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. ഓക്കെ, അതിനെല്ലാം ഒരു ഐക്കൺസ് ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് കീപ് മീ സൈൻ ഇൻ, ഇവിടെ സ്പെഷ്യൽ പ്രൈസിങ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് രണ്ട് ചെക്ക് ബോക്സ് ഉണ്ട്. സോ നമ്മൾ യൂഷ്വൽ ചെക്ക് ബോക്സിന് ഇത് ജസ്റ്റ് ഒരു കസ്റ്റമൈസ്ഡ് ചെക്ക് ബോക്സ് പോലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, സൈൻ അപ്പ് ഫോർ ഫ്രീ. ഓക്കെ, സോ സൈൻ അപ്പ് ഫോർ ഫ്രീ നമുക്ക് ഇവിടെ ആയിട്ട് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് സോ ഇമെയിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ അവിടെ താഴെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്പേസ് കൊടുത്തിട്ട് ടെക്സ്റ്റ് സൈൻ അപ്പ് ഫോർ ഫ്രീ സ്റ്റൈല്, ടെക്സ്റ്റ് സ്റ്റൈല്, കളേഴ്സ് ഡോട്ട് വൈറ്റ്. ഓക്കെ, സോ നമുക്കിതൊരു കോൺസ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇവിടെ സൈൻ അപ്പ് ഫോർ ഫ്രീ വന്നിട്ടുണ്ട്. നമുക്ക് ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഫോണ്ട് സൈസ് ഒരു 26, ഫോണ്ട് വെയിറ്റ് ബോൾഡ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് നമ്മുടെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് ഫീൽഡ് കൂടെ വേണം. ഒരു ടെക്സ്റ്റ് ഫീൽഡും കൂടെ എക്സ്ട്രാ നമുക്ക് വേണ്ടതുണ്ട്. ഓക്കെ, സോ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ഇടയിൽ നമുക്കൊരു ഹൈറ്റ് വേണം. ഇമെയിൽ, യൂസർ നെയിം. ഓക്കെ, ഇവിടെ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ്, നമുക്കിവിടെ 3 ഫീൽഡ് വന്നിട്ടുണ്ട്. ഇനി താഴെ രണ്ട് ചെക്ക് ബോക്സ് വരുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കിവിടെ സ്പേസ് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, സോ 20 ഒരു 20. ഓക്കെ, സോ സ്പേസ് ഒന്ന് കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി താഴെ രണ്ട് ചെക്ക് ബോക്സ് വരുന്നുണ്ട്. ഓക്കെ, ചെക്ക് ബോക്സ് കീപ് മീ സൈൻ ഇൻ, ഇമെയിൽ മീ അബൌട്ട് സ്പെഷ്യൽ പ്രൈസിങ്. ഓക്കെ, അതൊരു ജസ്റ്റ് കസ്റ്റമൈസ്ഡ് രീതിയിലാണ് വരുന്നത്. നമ്മുടെ നോർമൽ ചെക്ക് ബോക്സ് സ്ക്വയറിലല്ല വരുന്നത്, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ കസ്റ്റം കണ്ടെയ്നർ വെച്ച് കസ്റ്റം വിജിറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മുടെ പാസ്വേഡ് ഫീൽഡ് കഴിഞ്ഞിട്ട് ഇവിടെ സ്പേസിൻ്റെ ആവശ്യമില്ല, ഒരു 15 കൊടുക്കാം. 15 കൊടുത്തിട്ട് റോയിൽ ചിൽഡ്രൻ. ഓക്കെ, സോ നമുക്ക് ഇത് റോയിലല്ല വരുന്നത്, ഇവിടെ ഒരു വിജിറ്റ്, ഇവിടെ ഒരു വിജിറ്റ്, അപ്പോൾ റോയിലാണ് വരുന്നത്. എന്നിട്ട് കണ്ടെയ്നർ ഹൈറ്റ് 30,
വിഡ്ത്ത് 30, ഡെക്കറേഷൻ ബോക്സ് ഡെക്കറേഷനിൽ നമുക്ക് സർക്കുലർ അല്ല വരുന്നത്. അപ്പം ബോർഡർ റേഡിയസ് സർക്കുലർ ഒരു 30 കൊടുത്തിട്ട് കളറ് ഗ്രീൻ അല്ല വരുന്നത്, ഗ്രീൻ കളർ. ഓക്കെ, സോ ഇതിപ്പോൾ എങ്ങനെ വരുന്നത് നോക്കാം നമുക്ക്. സോ നമുക്ക് രണ്ടിടത്തും ഒരു പാഡിങ് കൊടുക്കാം. സിമെട്രിക്ക് ഹൊറിസോണ്ടൽ ഒരു 15. ഓക്കെ ഓക്കെ, ഒരു 20 കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ, വേറെ ഒരു ഗ്രീൻ കളർ കൊടുത്ത് നോക്കാം. ഓക്കെ, ബട്ടൻ്റെ കളർ തന്നെയാണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ തന്നെ കൊടുക്കാം. ഇനി സെൻറ്ററിൽ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ഓക്കെ, അതിന് ചൈൽഡ് ഐക്കൺ ഐക്കൺസ് ഡോട്ട് ചെക്ക് കൊടുത്തിട്ട് അതിനൊരു കളേഴ്സ് ഡോട്ട് വൈറ്റ്. ഓക്കെ, സോ നമ്മുടെ ചെക്ക് ബോക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ സെൻറ്ററിൽ ഒരു ചെക്ക് വന്നിട്ടുണ്ട്. ആ ചെക്ക് ബോക്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുപ്പർട്ടീനോ ഐക്കൺസിൽ നമുക്ക് ചെക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ചെക്ക് മാർക്ക് ഉണ്ട്. സിമിലർ അല്ല, നമുക്ക് പഴയ ഐക്കൺ തന്നെ എടുക്കാം. ഐക്കൺ ഡോട്ട് ചെക്ക് വൈറ്റ് കളറ്. ഓക്കെ, സോ അതവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് വേണം. ഓക്കെ, സോ ടെക്സ്റ്റ് എന്തായിരുന്നു? ടെക്സ്റ്റ് കീപ് മീ സൈൻ ഇൻ. ഓക്കെ, കീപ് മീ സൈൻ ഇൻ. സ്റ്റൈല് ടെക്സ്റ്റ് സ്റ്റൈലില് കളേഴ്സ് ഡോട്ട് ബ്ലാക്കിൻ്റെ ഒരു വേറൊരു ഷെയ്ഡാണ് വരുന്നത് നമുക്ക്. ഓക്കെ, ബ്ലാക്ക് ഷെയ്ഡ് പറ്റൂല, നമുക്ക് ആ കളറ് എന്താന്ന് നോക്കാം. സോ നമ്മുടെ ഏകദേശം ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ഒരു കളറുമായിട്ട് സാമ്യമുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ഫീൽഡിൻ്റെ കളർ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, കീപ് മീ സൈൻ ഇൻ. ഓക്കെ, സോ നമുക്ക് ഇച്ചിരി ഒരു സ്പേസ് കൊടുക്കണം. ഓക്കെ, സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈസ്ഡ് ബോക്സ് വിഡ്ത്ത് ഒരു 10 വേണം. പാഡിങ്ങും നമുക്ക് കൊടുക്കാം. ടെക്സ്റ്റിന് ഒരു പാഡിങ് റാപ്പ് ചെയ്താലും മതി. ടെക്സ്റ്റ് നമ്മൾ കുറച്ചുകൂടെ വിസിബിൾ ആക്കാൻ കളറിൻ്റെ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് കുറച്ചുകൂടെ വിസിബിൾ ആണ്. ഓക്കെ, സോ അതിന് സൈസ് നമുക്കൊന്ന് ഇൻക്രീസ് ആക്കി നോക്കാം. ടെക്സ്റ്റ് സ്റ്റൈല് ഫോണ്ട് സൈസ് ഒരു 16. ഡീഫോൾട്ട് 14 വരുന്നത്. നമ്മളിപ്പോൾ ഫോണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെയിം UI ആണ് താഴെ വരുന്നത്. സോ ഇവിടെ ഇമെയിൽ സ്പെഷ്യൽ പ്രൈസിങ് അബൌട്ട് മീ. ഓക്കെ,
Email me about special pricing. Okay. താഴെ 2 ചെക്ക് ബോക്സും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെക്ക് ബോക്സ് ആക്കണം. ഇപ്പം ജസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടല്ല ഇരിക്കുന്നത്. ഇനി ക്ലിക്ക് ചെയ്താൽ വരുന്ന രീതിയിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ബൂളിയൻ വാല്യൂസ് കൊടുക്കാം. rx bool is first keep me sign in. Okay, is keep me sign in enabled. Okay, default നമുക്ക് true കൊടുക്കാം. obs. ഇനി സെയിം അതേപോലെ ഒരു വേരിയബിൾ വേണം. is email me about pricing. ഓക്കെ, സോ അതും നമുക്ക് ട്രൂ കൊടുക്കാം. ഓക്കെ, ഈ സൈനപ്പിൽ ഓക്കെ നമുക്കിവിടെ ലോഗിൻ കൺട്രോളർ ഓൾറെഡി ഉണ്ട്. സോ ലോഗിൻ കൺട്രോളറിൽ സോ നമുക്ക് ഈ ചെക്ക് ബോക്സ് വരില്ല നമുക്ക് നമ്മുടെ അൺചെക്ക് ആയിരിക്കുമ്പോൾ. ഓക്കെ, സോ നമുക്ക് അൺചെക്ക് ആയിരിക്കുമ്പോൾ is email me about pricing is true ആയിരിക്കുമ്പോൾ മാത്രമേ ഐക്കൺ വരത്തുള്ളൂ. എൽസ് നമ്മൾ ഈ ടേണറി ഓപ്പറേറ്റർ വെച്ചിട്ട് എൽസ് ജസ്റ്റ് ഒരു empty കണ്ടെയ്നർ കൊടുക്കുക. ഓക്കെ, സോ അതേപോലെ ഇവിടെ കളറും എൽസ് കളേഴ്സ് ഡോട്ട് ട്രാൻസ്പെറൻറ്റ് കളർ നമ്മൾ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇത് പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ക്വെല്ല് റാപ്പ് ചെയ്യാം. ഇങ്ക്വെല്ല് റാപ്പ് ചെയ്തിട്ട് ഓൺ ടാപ്പിൽ നമുക്ക് ഈ വാല്യൂവിനെ ടോഗിൾ ചെയ്തിരിക്കണം. ഓക്കെ, ടോഗിൾ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഡോട്ട് വാല്യൂ. ഓക്കെ, നമുക്കിപ്പോൾ ഈക്വൽ ടു ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബ്രാക്കറ്റിലാണ് നമ്മുടെ rx bool സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, സോ നമ്മളിപ്പോൾ ഇമെയിൽ വാല്യൂ ട്രൂ ആണ് ഫോൾസ് എന്ന് സ്റ്റോർ ചെയ്യും, ഫോൾസ് ആണ് ട്രൂ എന്ന് സ്റ്റോർ ചെയ്യുക. അതിനാണ് നമ്മൾ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തേക്കുന്നത്. ഓക്കെ, ആ ബൂളിയൻ വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ട്രൂ ആയിരിക്കുമ്പോൾ ഫോൾസ് ആവണം, ഫോൾസ് ആയിരിക്കുമ്പോൾ ട്രൂ ആവണം നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് അത് വരുന്നത്. നമുക്ക് ഇനി നമ്മുടെ ഈ പാസ്വേഡ് മാത്രമേ OBX-ലുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ബട്ടണും ഇപ്പോൾ OBX-ൽ വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാഡിങ് ഒരു വിജിറ്റിൽ റാപ്പ് ചെയ്തിട്ട് ഈ ചൈൽഡ് തൊട്ട് വിജിറ്റ് വരെ നമുക്ക് OBX 2 ബ്രാക്കറ്റ് ഒരു ആരോ മാർക്ക്, എന്നിട്ട് ഈ ബ്രാക്കറ്റ് അങ്ങ് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ OBX-ൽ റാപ്പാകും. ഓക്കെ, സോ ഇനി നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളാ ഡിസപ്പിയർ ആവുന്നുണ്ട്. ഓക്കെ, ഡിസപ്പിയർ എനേബിൾ. അപ്പോൾ നമുക്ക് ഡിസപ്പിയർ ആവുന്നതിന് വരെ അവിടെ ഒരു മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ നമുക്കൊരു ബോർഡർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബോർഡർ ഡോട്ട് ഓള് കളറ് നമുക്ക് ഗ്രീൻ കളർ തന്നെ കൊടുക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ
റീലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എനേബിൾ ഡിസേബിൾ കണ്ടോ, അവിടെ ഒരു ചെക്ക് ബോക്സ് ആണെന്ന് നമുക്ക് അറിയുന്നുണ്ട് ഒരു. സോ എനേബിൾ ഡിസേബിൾ. ഓക്കെ. സോ നമുക്ക് ഇനി ബൂളിയൻ വാല്യൂ വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്ത് നമ്മൾ APIയിൽ പാസ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഫയർബേസ് കണക്ട് ചെയ്യുമ്പം നമുക്ക് ഈ വേരിയബിൾ ട്രൂ ആണെങ്കിൽ നമുക്ക് ആ ഫങ്ഷനാലിറ്റി കൊടുക്കാം, ഫോൾസ് ആണെങ്കിൽ ആ ഫങ്ഷനാലിറ്റി കൊടുക്കണ്ട. ഓക്കെ, നമുക്ക് ബാക്ക് എൻഡിലും ഈ വേരിയബിൾ വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, സെയിം സംഭവം നമ്മൾ കീപ് മീ സൈൻ ഇന്നിനും കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ വേരിയബിൾ മാത്രം ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ കീപ് മീ സൈനിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചേഞ്ച് ആവുന്നില്ല കാരണം OBX കൊടുത്തിട്ടില്ല. OBX കൊടുത്താലേ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം വാല്യൂസ് അപ്ഡേറ്റ് ആവുള്ളൂ. ഓക്കെ, സോ OBX കൊടുക്കാൻ മറക്കരുത്. നമ്മൾ RX വേരിയബിൾസ് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്തിരിക്കുമ്പോൾ OBX ഉറപ്പായിട്ടും കൊടുക്കണം. ഇപ്പം നമ്മൾ RX വാല്യൂ RX വേരിയബിൾ അല്ലെങ്കിൽ നമ്മൾ OBX കൊടുത്താൽ അവിടെ ഒരു എറർ വരും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇത് ടോഗിൾ ചെയ്തിരുന്നാൽ നമുക്കിവിടെ ടോഗിൾ ആവുന്നതാണ്. ഓക്കെ, രണ്ട് ബട്ടണും നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ പ്രോജക്റ്റ് നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ആയി. നമുക്കിനി യൂസർ നെയിം ടൈപ്പ് ചെയ്യാം, ഇമെയിൽ, പാസ്വേഡ്. ഓക്കെ, സോ നമുക്കിപ്പം മൂന്നും ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഫയർബേസുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഫയർബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഐക്കൺസ് ഒക്കെ ആഡ് ചെയ്യാം. ലാസ്റ്റ് ഫങ്ഷനാലിറ്റീസ് ഒന്ന് തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഐക്കൺസും എല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, സോ ഫയർബേസിലേക്ക് പോവാ. നമുക്ക് നമ്മുടെ ഏത് ജിമെയിൽ ആണോ വേണ്ടത് ആ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്തിട്ട് ഇവിടെ ഗോ ടു കൺസോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഗോ ടു കൺസോളിലേക്ക് പോയിട്ട് ഇവിടെ ക്രിയേറ്റ് പ്രോജക്റ്റ്, നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ഒരു ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്തിട്ട് നമുക്ക് പ്രോജക്റ്റ് നെയിം കൊടുക്കുക, ഫുഡ് നിഞ്ച. ഓക്കെ, സോ ഫുഡ് നിഞ്ച നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ അക്കൗണ്ടിൻ്റെ മാക്സിമം പ്രോജക്റ്റ് ലിമിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് ഓക്കെ